വെൽക്കം ടു കേരള ടെക് അക്കാദമി സക്സസ് ഇൻ യുവർ ഹാൻഡ്സ്. സോ നമ്മളിന്ന് SSC JEE എക്സാമിന് വേണ്ടിയിട്ടുള്ള പവർ സിസ്റ്റത്തിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം ഇനി ഒരു 20 ദിവസം കൂടെ ഉള്ളൂ എക്സാം തുടങ്ങാൻ. സോ നമ്മൾ ആ 20 ദിവസത്തിനുള്ളിൽ മാക്സിമം നിങ്ങളിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ മിനി ക്രാഷ് കോഴ്സ് പോലെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് SSC JEE അല്ലാണ്ട് വേറെ KSEB സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ PWD ഓവർസിയർ പോലുള്ള എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കൊരു എന്താ പറയുക ഒരു ഓറിയൻറ്റേഷൻ കോഴ്സായിട്ട് കണ്ടാൽ മതി. എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ SSC JEE കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് പവർ സിസ്റ്റം ഏകദേശം ഔട്ട് ഓഫ് 100 ഒരു ആവറേജ് ഒരു 12 ചോദ്യങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ പേപ്പറിലും വരാറുണ്ട്. മേ ബി നമുക്കൊരു 10 മുതൽ 15 ചോദ്യങ്ങളാണ് കാണാറ്, അത് ഡിപ്പെൻസ് ഓരോ പേപ്പറിലും. ഓക്കെ, സോ ഇതൊരു ഇമ്പോർട്ടൻ്റ്, കാരണം നമുക്കറിയാം ടോട്ടൽ ഔട്ട് ഓഫ് 200 ആണ് SSC JEE എക്സാം. അതിൽ 100 മാർക്സ് ടെക്നിക്കലാണ്, ബാക്കി 100 എന്ന് പറയുമ്പോൾ 50 GK പ്ലസ് 50 റീസണിങ് ആണ്. ഓക്കെ, സോ നമുക്കറിയാം ഈ റീസണിങ്ങിന് എല്ലാവർക്കും ഔട്ട് ഓഫ് 50 ഒരു 45 മാർക്സൊക്കെ എടുക്കാൻ പറ്റാറുണ്ട്. പക്ഷേ GK കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് ഒരുപാട് വാസ്റ്റായിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് ഓൺ ആൻ ആവറേജ് കുറച്ച് പഠിച്ചൊരാൾക്ക് കിട്ടുന്നൊരു മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്സാണ് ഔട്ട് ഓഫ് 50. സോ നമുക്ക് ഈ ഒരു ഔട്ട് ഓഫ് 100 ഇവിടെ ടോട്ടൽ നമുക്കൊരു 75 മാർക്സ് എടുക്കാൻ പറ്റും. ബാക്കി ഔട്ട് ഓഫ് 100 ആണ് നമുക്ക് പ്യുവർ ടെക്നിക്കൽ ഉള്ളത്. സോ അതിൽ എത്ര കിട്ടും എന്നുള്ളതാണ് ഒരു മേജർ ഇഷ്യൂ. സോ ഇവിടെ 2 ദിവസം മുമ്പ് SSC JEE 2019 ടയർ 1 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എഴുതിയവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തവർക്ക് അറിയാം കട്ട് ഓഫ് മാർക്ക് വന്നത് 157 മാർക്സ് ആയിരുന്നു. ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് 152 മാർക്സ് ആയിരുന്നു, പക്ഷേ ഇപ്രാവശ്യം 157 ആയി കട്ട് ഓഫ്. സോ കട്ട് ഓഫ് ഓരോ വർഷം കൂടുന്തോറും കയറി പോവാണ്. മിക്കവാറും ഇനി ഈ ഒരു എഴുതാൻ പോകുന്ന JEEയുടെ കട്ട് ഓഫ് മേ ബി ലൈക്ക് ഒരു 160 ഒക്കെ ആവാം. ഓക്കെ, സോ നമുക്കൊരു 160 മാർക്സ് നമ്മളെപ്പോഴും എയിം ചെയ്യണം. സോ നമുക്ക് ഇവിടെ ഈ GK പ്ലസ് റീസണിങ് കിട്ടുന്നതിലൊരു ലിമിറ്റ് ഉണ്ട്. അതൊരു 75 മാർക്സ് വരെ നമുക്കൊരു അല്ലെങ്കിൽ ഒരു 80 മാർക്സ് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ബാക്കി ഔട്ട് ഓഫ് 100 ടെക്നിക്കലിൽ തന്നെ നമുക്കൊരു എബോവ് 85 മാർക്സ് എടുത്താലേ രക്ഷയുള്ളൂ. ഓക്കെ, സോ അത് എടുക്കാൻ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ കുറച്ച് വൈഡായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സോ നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഔട്ട് ഓഫ് ഈ 85 ഔട്ട് ഓഫ് ഈ 100 ഒരു 12 മാർക്കും പവർ സിസ്റ്റത്തിനാണ് വരാറ്. ഓക്കെ, നമുക്കിത് പഠിച്ചു പോയാൽ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് എടുക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് പവർ സിസ്റ്റം. ഇനി നിങ്ങൾ പവർ സിസ്റ്റം പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് ആദ്യത്തെ 4 നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ ആദ്യത്തെ 4 ടോപ്പിക്കുകൾ, അതായത് ബേസിക് ഇലക്ട്രിസിറ്റി, നെറ്റ്വർക്ക് തിയറം, അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ട്സ്, പിന്നെ AC ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞ 4 ടോപ്പിക്ക്. ഈ 4 ടോപ്പിക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ഏകദേശം 40 മാർക്കോളം കിട്ടും. ഷുവർ ഷോട്ട് എല്ലാ വർഷവും എല്ലാ പേപ്പറിലും 40 മാർക്ക് വരുന്നത് ഈ 4 ടോപ്പിക്കിൽ നിന്നാണ്. അതായത് നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഈ 4 ടോപ്പിക്കിൽ നിന്നാണ് 40 മാർക്കോളം വരാറ്. സോ നിങ്ങൾ ഈ SSC എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ട് പോവുക. ഈ 4 ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഒരു 3-4 ടോപ്പിക് സബ്ജക്റ്റ് സമയം ഉണ്ടെങ്കിൽ പഠിക്കാം. പക്ഷേ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം, ഈ 40 മാർക്കിൻ്റെ. കാരണം നമുക്ക് 40 മാർക്ക് പഠിച്ചാൽ കംപ്ലീറ്റ് 40 മാർക്സ് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണിത്. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഈ ഒരു പവർ സിസ്റ്റം കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഈ 12 ഒരു 10 മാർക്ക് എടുക്കാനുള്ള മാർക്കെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രത്തോളം ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ശ്രമിക്കാം ഔട്ട് ഓഫ് 12. ഓക്കെ, സോ നമുക്കിനി എന്താണ് നമ്മുടെ സിലബസ് നോക്കാം. സോ പവർ സിസ്റ്റം സിലബസ് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ വെച്ചാൽ ഡിഫറെൻറ്റ് ജനറേഷനാണ് ഇത് കംപ്ലീറ്റ്. ജനറേഷനും ട്രാൻസ്മിഷനുമാണ് ഇത് ടോപ്പിക്ക് വരുന്നത്. സോ അതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ സ്റ്റേഷൻ, അതായത് ഹൈഡൽ ഉണ്ട്, തെർമൽ ഉണ്ട്, ന്യൂക്ലിയർ ഉണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് കുറച്ച് പ്രോബ്ലംസ് വരുന്ന ടോപ്പിക്കാണ്. ഒരു 5-6 ഇക്വേഷൻ പഠിച്ചാൽ തന്നെ മതി, ഇതിൽ നമുക്ക് ഫുൾ മാർക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം വരുന്നത് താരിഫ്സ് ഉണ്ട്. താരിഫ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എല്ലാ വർഷവും 1-2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഫോൾട്ട് അനാലിസിസും എല്ലാ വർഷവും 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്ന ടോപ്പിക്കാണ്.
ഓക്കെ, സോ ഈ ഒരു ആദ്യത്തെ മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നമുക്കൊരു സപ്പോസ് ഒരു 7 മാർക്കോളം നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് മാത്രം കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് കംപ്ലീറ്റ്ലി പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, വെറും തിയറിറ്റിക്കൽ ടോപ്പിക്കാണ്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാനുള്ളൂ. ചെറിയ 1-2 പ്രോബ്ലംസ് വന്നാലായി, EPSM അതുപോലത്തെ കുറച്ച് വാല്യൂസിൻ്റെ പ്രോബ്ലംസ് മാത്രം. സോ ഇവിടുത്തും നമുക്ക് മാക്സിമം ഇതിനകത്ത് സിലബസ് പറഞ്ഞേക്കുന്നത് കവർ ചെയ്യാൻ ശ്രമിക്കാം. സോ ഔട്ട് ഓഫ് ഒരു 12 ചോദ്യം വരികയാണ് നമുക്കൊരു 10 മാർക്ക് അല്ലെങ്കിൽ ഒരു 8 to 10 മാർക്ക് കിട്ടുന്ന രീതിയിൽ ഈ ഒരു 20 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാം, ആവശ്യമായ ടോപ്പിക്കുകൾ പഠിക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സോ നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു ബേസിക് പവർ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ജനറേറ്റിംഗ് സൈഡ് ഉണ്ട്, ട്രാൻസ്മിഷൻ സൈഡ് ഉണ്ട്, അതുകൂടാതെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ലെവൽ, ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് 11 kV ആണ്. ആ 11 kV നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഈ ഒരു വോൾട്ടേജ് റേഞ്ച്, അതായത് 220 kV to 765 kV റേഞ്ചിലേക്ക് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു സബ് ട്രാൻസ്മിഷൻ ലെവൽ ട്രാൻസ്മിഷൻ ലെവലിലേക്ക് നമ്മളതിനെ തിരിച്ച് താഴേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. സോ മേ ബി സപ്പോസ് ഒരു 220 kV ലൈനാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരു സബ്സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് അത് 33 kV അല്ലെങ്കിൽ 11 kV ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫീഡർ ലൈൻസിലേക്ക് അത് കൊണ്ടുപോകും. സോ അവിടെ നിന്ന് നമ്മളെ വീടിനടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് നമ്മളെന്താ സ്മോൾ കൺസ്യൂമേഴ്സിനാണെങ്കിൽ 230 വോൾട്ട്, അതായത് നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്ന 230 വോൾട്ടേജ് കൊടുക്കും. അതല്ല ഒരു മീഡിയം ടു ലാർജ് കൺസ്യൂമേഴ്സിനാണെങ്കിൽ നേരത്തെ തന്നെ 11 kV ലൈൻസ്, ഫീഡർ ലൈൻസ് നിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും ലാർജ് കൺസ്യൂമർ ഇൻഡസ്ട്രീസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബേസിക് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽസ് ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ് ലോ വോൾട്ടേജ് എന്ന് വെച്ചാൽ ലെസ് 1 kV, അതായത് നോർമലി നമ്മൾ 230 വോൾട്ട് അതായത് സിംഗിൾ ഫേസ് ആണ്. അതുപോലെ 3 ഫേസ് ആണെങ്കിൽ 400 വോൾട്ടാണ് ഫേസ് ടു ഫേസ് വോൾട്ടേജ് വരിക. പക്ഷേ ഈ 2 വോൾട്ടേജ് റേഞ്ചും ലോ വോൾട്ടേജ് ലെവലായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ അതിൻ്റെ മുകളിലാണ് മീഡിയം വോൾട്ടേജ് റേഞ്ച്. മീഡിയം വോൾട്ടേജ് റേഞ്ച് വെച്ചാൽ 1 kV to 66 kV ആണ് നമ്മൾ മീഡിയം വോൾട്ടേജ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഹൈ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 66 kV അപ് ടു 220 kV വരെ നമ്മൾ ഹൈ വോൾട്ടേജ് എന്ന് വിളിക്കും. ഇനി എബോവ് 220 kV ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് വിളിക്കും. അതായത് 220 kV ടു ഈ 765 kV വരെയാണ് നമ്മൾ EHV എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് വിളിക്കാം. ഇനി അതിന് മുകളിലാണെങ്കിൽ 765 kVക്ക് മുകളിൽ 1100 kV ഒക്കെ ആണെങ്കിൽ നമ്മളതിനെ അൾട്രാ ഹൈ വോൾട്ടേജ് എന്ന് വിളിക്കും. ഓക്കെ, സോ നിലവിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഹയസ്റ്റ് വോൾട്ടേജ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് 765 kV ആണ്. ഓർമ്മിച്ചിരിക്കുക. 1100 kVയുടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അത് ഫിനിഷ് ആയോന്ന് അറിയില്ല. ഓക്കെ, ഇനി എന്താണ് ജനറേഷൻ? Electricity for commercial use is generated in powerhouses by converting primary source of energy to electricity. അതൊന്നുമില്ല, നമ്മളെ ജനറേഷൻ എവിടെയാണ് നമ്മൾ നടത്തുന്നത്? നമ്മൾ ഏതൊരു ജനറേറ്റിംഗ് സ്റ്റേഷനിലാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സോഴ്സ് അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇപ്പോൾ തെർമൽ പ്ലാന്റ്സിലാണ് നമ്മൾ ഹീറ്റ് എനർജി, അല്ലെങ്കിൽ കോള് കത്തിച്ചുണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത്. പിന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലാണെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ വഴി ഉണ്ടാകുന്ന ഹീറ്റ് നമ്മൾ ഇലക്ട്രിസിറ്റിയെ കൺവേർട്ട് ചെയ്യുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നു. സോ എന്താ പറയുക, നമ്മൾ എനർജി ഏതൊരു എനർജി സോഴ്സിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റും. സോ എനർജി സോഴ്സസ് ക്യാൻ ബി റിന്യൂവബിൾ ഓർ നോൺ റിന്യൂവബിൾ. സോ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഗെറ്റ്സ് എക്സോസ്റ്റഡ് വൺസ് യൂസ്ഡ്. എക്സാമ്പിൾ കോൾ, ഓയിൽ, ഗ്യാസ്. അതായത് നമുക്ക് എനർജി സോഴ്സിനെ രണ്ടായിട്ട് മെയിനായിട്ട് തിരിക്കാം. ഒന്ന് റിന്യൂവബിൾ എനർജി സോഴ്സും ഒന്ന് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സും. സോ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എക്സോസ്റ്റ് ആയി പോകും. അതായത് നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മളൊരു കോള് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താവും? അത് ആഷായിട്ട് മാറി, പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഓയിൽ എന്ന് പറയുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പെട്രോളിയം പോലത്തെ ഐറ്റംസ്, അതാണെങ്കിൽ ഒരിക്കൽ യൂസ് ചെയ്ത് പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് യൂസ് ചെയ്ത് എക്സോസ്റ്റായി പോയി. സോ അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ എന്താ പറയുക? നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറയുക. എക്സാമ്പിൾ കോൾ, ഓയിൽ, ഗ്യാസ്. പിന്നീടുള്ളതാണ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. അതായത് അത് നമ്മൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും എക്സോസ്റ്റ് ആവില്ല. ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ തീർന്നു പോവില്ല. ഉദാഹരണത്തിന് സോളാർ. നമുക്കറിയാം സോളാർ നമുക്ക് സൂര്യനിടത്തോളം കാലം നമുക്ക് സോളാർ എനർജി കിട്ടും. സോ അത് നമ്മൾ ഉപയോഗിച്ച് തീരുമില്ല. അതുപോലെ റിവർ, അതായത് നമ്മളിപ്പോൾ ഒരു ഹൈഡൽ പ്രൊജക്റ്റ് ഉണ്ട് വെക്കുക. ഹൈഡൽ റിവറിൽ വെള്ളം എടുത്തോളം കാലം നമുക്കത് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം, റീയൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ആ ഒരു ഡാം അത് വെള്ളം
സപ്പോസ് വേനൽക്കാലത്ത് തീർന്നു പോയാൽ നമുക്കറിയാം നമ്മുടെ ഡാമുകളിലൊന്നും തന്നെ വേനൽക്കാലത്ത് വെള്ളം തീരെ തീർന്നു പോയില്ല. പക്ഷേ അതിൻ്റെ ലെവൽ കൂടുകയും കുറയും ചെയ്യുന്നല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആവാറില്ല. അതുപോലെ തന്നെ വിൻഡ് നമുക്കറിയാം എന്താണ്, നമുക്കിപ്പോൾ കഞ്ചിക്കോടൊക്കെ വിൻഡ് സ്റ്റേഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് വിൻഡ് പറഞ്ഞ സാധനം നമുക്ക് സോഴ്സ് ഓഫ് എനർജി നമുക്ക് 24 hours എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും യൂസ് ചെയ്താൽ തീർന്നു പോവില്ല. സോ അങ്ങനത്തെ സോഴ്സസിനാണ് നമ്മൾ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് പോകുന്നത്. ഇനി ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് എനർജി നോക്കാം. ആദ്യത്തെയാണ് സണ്ണിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. നമ്മൾ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് വിളിക്കുന്നത് എന്താണ്, സൂര്യൻ, അതായത് സൺ. സോ സൺ എനർജി നമ്മൾ സോളാർ എനർജി നമ്മൾ സോളാർ പാനൽ വഴിയാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വിൻഡ് എനർജി ഉണ്ട്. യൂസിങ് വിൻഡ് മില്ല് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നു. വാട്ടർ ആണെങ്കിൽ നമ്മൾ ഡാമുകളൊക്കെ ഉണ്ടാക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നു. ഇനി ഫ്യൂവൽസ് ആണെങ്കിൽ നമുക്കെന്ത്, ഫ്യൂവൽസ് നമുക്ക് എന്തും ആവാം. സോളിഡ് ഫ്യൂവൽസ് ആവാം, ലിക്വിഡ് ഫ്യൂവൽസ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ഫ്യൂവൽസ് ആവാം. സോളിഡ് ഫ്യൂവലിന് ഉദാഹരണമാണ് കോള് വെച്ചാൽ കൽക്കരി. അതുപോലെ ലിക്വിഡ് ഫ്യൂവലിന് ഉദാഹരണമാണ് ഓയിൽ. നമുക്കറിയാം പെട്രോൾ, ഡീസൽ പവർ പ്ലാന്റ്, പെട്രോൾ പവർ പ്ലാന്റ് ഒക്കെ ഉണ്ട് നമുക്ക്. അതുപോലെ ഗ്യാസ് നമുക്കറിയാം, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, LPG പോലുള്ള ഗ്യാസുകൾ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന പവർ സ്റ്റേഷൻസും ഉണ്ട്. പിന്നെ അതുകൂടാതെ മറ്റൊന്നാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്, അതായത് ന്യൂക്ലിയർ ഫിഷൻ ഓഫ് യുറേനിയത്തിൻ്റെ ന്യൂക്ലിയർ ഫിഷൻ്റെ നിന്ന് ലഭിക്കുന്ന എനർജി ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടർബൈൻ റൺ ചെയ്തിട്ടുണ്ടാകുന്ന സ്റ്റേഷൻസാണ് നമ്മൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് എന്ന് പറയാം. സോ ഇതാണ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് എനർജി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമ്മൾ വെറുതെ ടച്ച് ചെയ്ത് പോയെന്ന് മാത്രം. ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ഒരു ടേബിളിൽ നിന്ന് മിക്കവാറും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ ഇനീഷ്യൽ കോസ്റ്റ് ഏറ്റവും കൂടുതൽ ഏതിനാണ്, അതായത് ഹൈഡ്രോ ഇലക്ട്രിക്കിനാണോ, തെർമലിനാണോ, ന്യൂക്ലിയർ സ്റ്റേഷനാണോ ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഇവിടെ കാണാം, ഇനീഷ്യൽ കോസ്റ്റ് ഏറ്റവും കുറവ് ഫ്യൂവൽ തെർമലിനാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയറിനാണ്. ഒരു മോഡറേറ്റ് ആയിട്ടുള്ളത് ഹൈഡ്രോ തെർമലാണ്. അതുപോലെ റണ്ണിങ് കോസ്റ്റ് ഏറ്റവും കുറവ് ഏതിനാണ്, വാട്ടർ പവേർട്ടിനാണ്. സോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഈ ഒരു ടേബിളിൽ നിന്ന് ചോദിക്കാം. സോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളിത് വായിച്ച് പഠിക്കുക ഒരു ടേബിൾ. മിക്കവാറും ഒരു ചോദ്യം ഇതൊന്നും ഉണ്ടാവാറുണ്ട്, മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ബേസിക് യൂണിറ്റ്സ് ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പിന്നെ ഈ ഒരു രണ്ട് വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം, മിക്കവാറും ചോദിക്കാറുണ്ട്. 1 kWh is equal to 36 × 10⁵ joules, which is equal to 860 kcal. അതുപോലെ ഒരു കലോറി എന്ന് വെച്ചാൽ എത്ര ജൂൾ, 4.2 joules. സോ ഈ ഒരു കൺവേർഷൻ രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രോബ്ലത്തിലേക്ക് ഇട്ട് ചോദിക്കാനും മതി. ഓക്കെ, സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ വന്നു, ക്വസ്റ്റ്യനിനകത്ത് kWh യൂണിറ്റ്, പക്ഷേ 4 ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന യൂണിറ്റ് കിലോ കാലറി ആയിരിക്കും. മേ ബി നമ്മൾ ഈ കൺവേർഷൻ അറിയില്ല എന്നെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. അതുപോലെ ഈ 1 kcal = 4.2 joules ഓർത്തിരിക്കുക. ഓക്കെ, സോ നമുക്കിനി നോക്കാം ആദ്യം തെർമൽ പവർ സ്റ്റേഷൻ. നമുക്ക് മെയിനായിട്ട് 3 സ്റ്റേഷൻസാണ് പഠിക്കാനുള്ളത്, തെർമൽ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്, അതുപോലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്. ഓക്കെ, നമുക്ക് തെർമൽ സ്റ്റേഷൻ നോക്കാം. ഇതൊരു തെർമൽ പവർ സ്റ്റേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. നമുക്ക് പഠിക്കാനുള്ള വെച്ചാൽ ഇതിൻ്റെ ജനറൽ വർക്കിംഗ് എന്താണ്, അതുപോലെ ഇതിനകത്തുള്ള ഓരോ ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും ബേസിക് വർക്കിംഗ് എന്താണെന്നാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക്. സോ ബേസിക് വർക്കിംഗ്, കോൾ ഈസ് പൾവറൈസ്ഡ് ആൻഡ് ബേൺഡ് ഇൻ ഫർണസ് ആൻഡ് ഹീറ്റ് എനർജി ഈസ് യൂസ്ഡ് ടു ബോയിൽ വാട്ടർ ഇൻ ദ ബോയിലർ ടു പ്രൊഡ്യൂസ് സ്റ്റീം. നമ്മുടെ കാണാൻ പറ്റും, നമ്മൾ ഈ കോൾ പ്ലാന്റ് ആണിത്. അത് നമുക്ക് കോളാണ് ഇതിൻ്റെ ഇൻപുട്ട്. നമ്മൾ കൽക്കരി ഉപയോഗിച്ചാണ് ഇത് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. സോ കൽക്കരി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പൾവറൈസ് ചെയ്യും. ഈ വാക്ക് ശ്രദ്ധിക്കാം. പൾവറൈസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ പൊടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ തരികളാക്കുക. അതിനാണ് നമ്മൾ പൾവറൈസ് എന്ന് പറയാം. സോ അങ്ങനെ പൊടിച്ചുള്ള കോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹീറ്റ് ചെയ്യും, നമ്മൾ കത്തിക്കും. ആ കത്തിച്ചുണ്ടാവുന്ന സ്റ്റീം നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റീം നമ്മളൊരു ഹൈ പ്രഷറിൽ ഒരു ടർബൈനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. സോ ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജനറേറ്റർ കണക്ട് ചെയ്തിട്ടാവും. സോ ഓട്ടോമാറ്റിക്കലി ജനറേറ്റർ റൺ ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിക് എനർജി കിട്ടും. സോ അതിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, നമ്മൾ കോള് എടുക്കുന്നു. കോള് നമ്മൾ പൊടിച്ച് ചെറിയ പൊടി കഷ്ണങ്ങളാക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ബോയിൽ, അതായത് കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കി സ്റ്റീമാക്കി മാറ്റുന്നു. ആ സ്റ്റീം നമ്മൾ ഹൈ പ്രഷറിൽ നമ്മൾ ടർബൈനിലേക്ക് കൊടുക്കുന്നു. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ടർബൈൻ നമ്മൾ ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ജനറേറ്റർ എന്ത് ചെയ്യും, നമുക്ക് ആൾട്ടർനേറ്റർ നമുക്ക് ഔട്ട്പുട്ട് ഇലക്ട്രിക് എനർജി കിട്ടും. സോ ഇതാണ് ഒരു ബേസിക് തെർമൽ സ്റ്റേഷൻ്റെ വർക്കിംഗ്. ഇതിനകത്ത് കാണുന്ന ഓരോ ബ്ലോക്ക് ഡയഗ്രം എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ
steam from the boiler is taken to turbine. It works as a prime mover to the generator. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ ബോയിലറിൽ നിന്നുള്ള സ്റ്റീം നമ്മൾ ടർബൈനിലേക്ക് കൊടുക്കുന്ന ടർബൈൻ എന്ത് ചെയ്യുന്ന ഒരു പ്രൈം മൂവറായിട്ട് ആക്ട് ചെയ്യുന്നത് ഇതിന് ജനറേറ്ററിന്. പിന്നെയുള്ള പോയിന്റ് വെച്ചാൽ എഫിഷ്യൻസി ഓഫ് തെർമൽ സ്റ്റേഷൻസ് ആർ വെരി ലോ, ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 30%. അതായത് തെർമൽ പവർ സ്റ്റേഷൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. കാരണം നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഒരുപാട് ഹീറ്റ് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഒരുപാട് ഹീറ്റ് ഒരുപാട് എനർജി ഹീറ്റായിട്ട് ലോസ് ആകുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ എഫിഷ്യൻസി അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ ഹോൾ ഇതിൻ്റെ എഫിഷ്യൻസി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 30% ആണ്, ബിക്കോസ് വെരി വെരി ലോ. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് തെർമൽ സ്റ്റേഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ്. നമ്മുടെ ബ്ലോക്ക് ഡയഗ്രം നമുക്കിവിടെ കാണാൻ പറ്റും. കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് ഉണ്ട്, കോൾ സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ ആഷ് ഹാൻഡ്ലിങ്ങും ആഷ് സ്റ്റോറേജ് ഡിസ്പോസലും ഉണ്ട്. ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക, കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് എന്ന് പറയാം. സോ കോൾ ഈസ് പൾവറൈസ്ഡ് ടു ഇൻക്രീസ് സർഫേസ് ഏരിയ ആൻഡ് ഇംപ്രൂവ് കമ്പഷൻ. ഞാൻ ഇവിടെ പറഞ്ഞത് പൾവറൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പൾവറൈസേഷൻ ഒന്നുമില്ല, നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ കോള് നമുക്കറിയാം ഒരു കല്ല് പോലെ സാധനമായിരിക്കും, അതിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് പീസ് ആക്കുകയാണ്, പൊടി ആക്കുകയാണ് അതിനെ. അത് എന്ത് വേണ്ടിയാണ് നമ്മൾ പൾവറൈസ് ചെയ്യുന്നത് വെച്ചാൽ ടു ഇൻക്രീസ് ദ സർഫേസ് ഏരിയ. അതായത് നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഉദാഹരണം വെച്ചപ്പോൾ നിങ്ങളൊരു ഫുൾ ഒരു തടിച്ചൊരു ബുക്ക് എടുത്തു, ആ ബുക്ക് നിങ്ങൾക്ക് കത്തിക്കാൻ നോക്കിയാൽ അത്ര പെട്ടെന്ന് കത്തില്ല, അത് ഒരുപാട് സമയമെടുത്തേ കത്തും. കാരണം വെച്ചാൽ ബുക്ക് വെച്ചാൽ വളരെ തിക്കായിട്ടുള്ള സാധനമാണ്, അതിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഓക്സിജൻ ഡിമാൻഡ് കിട്ടില്ല. നേരെ മറിച്ച് ആ ബുക്കിൽ ഞാൻ ഓരോ പേജും ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് കത്തിക്കുകയാണെങ്കിലോ പെട്ടെന്ന് കത്തും. കാരണം വെച്ചാൽ അത്രയും ഓക്സിജൻ ഈ ഓരോ പേജിലും വന്ന് തട്ടും. സോ അതുകൊണ്ട് തന്നെ കമ്പഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും. സോ അതുപോലെ തന്നെ നമ്മൾ കോള് എന്താ പറയുക പൊടിച്ച് നമ്മളതിൻ്റെ സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, കമ്പഷൻ ഇമ്പ്രൂവ് ആവും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പൾവറൈസേഷൻ എന്ന് പറയുക. ഈ പൊടിച്ച് അതിൻ്റെ സർഫേസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ പൾവറൈസേഷൻ എന്ന് പറയുക. സോ പൾവറൈസേഷൻ ചെയ്യുന്നത് നമ്മൾ എന്തിനാണ്, നമ്മളെ കമ്പഷൻ റേറ്റ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ദ പൾവറൈസ്ഡ് കോൾ ഈസ് ഫെഡ് ടു ദി ബോയിലർ ബൈ ബെൽറ്റ് കൺവെയേഴ്സ്. അതായത് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, നമ്മൾ ഈ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ ഈ സാധനം പൾവറൈസ് ചെയ്തു, എന്നിട്ട് അത് നമ്മൾ ബെൽറ്റ് കൺവെയർ എന്ന് വെച്ചാൽ അറിയാം, നമ്മൾ എയർപോർട്ടിലെ കാണുന്ന ബാഗേജൊക്കെ വരുന്ന പോലത്തെ കൺവെയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ബോയിലർ ആൻഡ് എക്കണോമൈസറിലേക്ക് കൊടുക്കുന്നു. ബോയിലറാണ്. The coal is burnt in the boiler and ash produced after the complete combustion of coal is removed to the ash handling plant and then delivered to the ash storage plant for disposal. അതായത് നമ്മൾ ഈ കൽക്കരി ഈ ബോയിലറിലേക്ക് കൊണ്ടുവരുന്നു. സോ ബോയിലറിൽ വെച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കൽക്കരി കത്തിക്കുന്നു. സോ ഈ കൽക്കരി കോള് കത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ബാക്കിയാവും, ആഷ് എന്ന് വെച്ചാൽ ചാരം ബാക്കിയുണ്ടാവും. സോ ഈ ഓരോ തവണയും കത്തിച്ച് ചാരം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, അപ്പത്തപ്പം ഇത് റിമൂവ് ചെയ്യണം. ഈ ആഷ് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം വെച്ചാൽ പിന്നെ അത് ബേണിങ്ങിനെ അടുത്ത സെറ്റ് ഓഫ് കോൾ ബേണിങ്ങിനെ അത് ബാധിക്കും. സോ നമ്മളത് ഓരോ പ്രാവശ്യം ബേൺ ചെയ്യുമ്പോഴും ആഷ് ഫോം ചെയ്യുമ്പോൾ നമ്മളത് അപ്പോൾ തന്നെ അത് ആഷ് എടുത്തിട്ട് ഈ ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റിലേക്ക് കൊടുക്കും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആഷ് സ്റ്റോറേജ് ഫോർ ഡിപ്പോസൽ. അതായത് ഇത് നമുക്ക് വേറെ ആഷിനെ കൊണ്ട് നമുക്ക് വേറെ ഉപയോഗമൊന്നുമില്ല ഈ പ്ലാന്റിനകത്ത്. സോ നമുക്ക് എന്താ ഡിസ്പോസ് ചെയ്ത് കളയാമെന്ന് മാത്രമേ ഉള്ളൂ. സോ ആഷ് സ്റ്റോറേജ് നമ്മളത് തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും, എന്താണ് ഭാവിയിൽ ഡിസ്പോസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റിൻ്റെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, കോൾ നമ്മൾ പൾവറൈസ് ചെയ്യും, പൗഡറാക്കും, നമ്മളത് കത്തിച്ചാകുമ്പോൾ നമുക്ക് ആഷ് കിട്ടും, ആ ആഷ് നമ്മൾ ഡിസ്പോസ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഇനി എന്താ ഉള്ളത്, ഇനി അടുത്തത് ബോയിലർ. ദ ഹീറ്റ് ഓഫ് ദ കമ്പഷൻ ഓഫ് കോൾ ഇൻ ദ ബോയിലർ ഈസ് യൂട്ടിലൈസ്ഡ് ടു കൺവേർട്ട് വാട്ടർ ഇൻ ടു സ്റ്റീം അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കോള് ബോയിലറിലേക്ക് കൊണ്ടുവരുന്നു, അത് കത്തിക്കുന്നു സംഭവിക്കുന്നു, നമ്മൾ ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്താ പറയുക, ബോയിലറിൽ വാട്ടർ ഉണ്ടാവും. ഈ വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റീമാക്കി മാറ്റും. എങ്ങനെ, ഈ കോളിൻ്റെ കമ്പസ്റ്റൻ കാരണം വാട്ടർ നമ്മൾ സ്റ്റീമാക്കി മാറ്റും. ആ സ്റ്റീം എന്തായിരിക്കണം, ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഉള്ളതായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ടർബൈൻ കറക്കാനുള്ള ആ പ്രഷർ കിട്ടുള്ളൂ. ഓക്കെ, സോ അതാണ് ബോയിലറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബോയിലർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ബോയിലർ. ഇനി അടുത്തായിട്ടാണ് സൂപ്പർ ഹീറ്റർ. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ്, ഒരു ഫാൻ ഉണ്ട്, നമ്മളൊരു FD ഫാൻ, അതായത് ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ എന്ന് പറയും. ആ ഫാൻ ഉപയോഗിച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിന് എയറിന് ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് എയറിന് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. പക്ഷേ ഇത് വലിച്ചെടുത്തിട്ട് നമ്മൾ നേരിട്ട് എന്താ പറയുക, നമ്മൾ ഈ ബോയിലറിലേക്കല്ല കൊടുക്കുക. അതിനു മുമ്പ് നമ്മളൊരു എയർ പ്രീ ഹീറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിലേക്കാണ് കൊടുക്കുക. എന്താണ് ഈ എയർ പ്രീ ഹീറ്റർ ചെയ്യുന്നത്,
ഓക്കെ സോറി, സൂപ്പർ ഹീറ്റർ അല്ല കേട്ടോ, എയർ പ്രീ ഹീറ്ററാണ്. ആൻ എയർ പ്രീ ഹീറ്റർ increases the temperature of the air supplied for coal burning by deriving heat from the flue gases. അതായത് നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഈ എയർ എന്തുണ്ടാവും, ഈ എയറിനകത്ത് മോയിസ്റ്റ് കണ്ടൻറ് ഉണ്ടാവും. മോയിസ്റ്റ് കണ്ടൻറ് നമുക്കറിയാം ഈർപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ നനവുണ്ടാവും. സോ നമ്മൾ ഈ നേരിട്ട് ഈ അറ്റ്മോസ്ഫിയറിക് എയർ കോളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഈ കോളിൻ്റെ ബേണിങ്ങിനെ ബാധിക്കും. അത് പിന്നെ ഒരു നനഞ്ഞ അവസ്ഥ വരും ഈ കോള്. സോ അങ്ങനെ കോള് കത്താത്ത അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ ബേണിങ് കപ്പാസിറ്റി കുറയും. സോ അതുകൊണ്ട് നമ്മളെന്ന് വെച്ചാൽ ഈ എയർ ഹീറ്റർ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് ചൂടാക്കും ഈ മോയിസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് എയർ. സോ അത് യൂസ് ചെയ്ത് നമുക്കറിയാം ഇവിടെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഫ്ലൂ ഗ്യാസസ് ഉണ്ട്. ആ ഫ്ലൂ ഗ്യാസസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് എയർ ഹീറ്റ് ചെയ്യുക. സോ ഈ എയർ ഹീറ്റർ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള മോയിസ്റ്റ് കണ്ടൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ എയർ പ്രീ ഹീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതിനകത്തുള്ള മോയിസ്റ്റ് കണ്ടൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ അവിടെ പറയുന്നത് എയർ ഡ്രോൺ ഈസ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ബൈ എ ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ ആൻഡ് ഈസ് പാസ്ഡ് ത്രൂ എയർ പ്രീ ഹീറ്റർ ബിഫോർ സപ്ലൈയിങ് ടു ദ ബോയിലർ ഫർണസ്. ഓക്കെ, അതാണ് അതിൻ്റെ എയർ പ്രീ ഹീറ്ററിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി സൂപ്പർ ഹീറ്റർ എന്താ നോക്കാം. ദ സ്റ്റീം പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോയിലർ ഈസ് വെറ്റ് ആൻഡ് ഈസ് പാസ്ഡ് ത്രൂ എ സൂപ്പർ ഹീറ്റർ വേർ ഇറ്റ് ഈസ് ഡ്രൈഡ് ആൻഡ് സൂപ്പർ ഹീറ്റഡ്. അത് ഇതിനകത്ത് ഈ സൂപ്പർ ഹീറ്റർ കാണിച്ചിട്ടില്ല. അതായത് നമുക്ക് ഈ ബോയിലറിൽ നിന്ന് കിട്ടുന്ന ആവി, നീരാവി, അത് സ്റ്റീം വെച്ച് നമുക്കറിയാം നീരാവിയാണ്. ആ സ്റ്റീമിനകത്ത് നമുക്കറിയാം എന്താ, അത് വാട്ടർ കണ്ടൻറ് ഉണ്ടാവും. ഈ സ്റ്റീമിനകത്ത് നമ്മളൊരു വെള്ളം തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആവിക്കകത്ത് എന്തുണ്ടാവും, വാട്ടർ കണ്ടൻറ് ഉണ്ടാവും ചെറിയ രീതിയിൽ. സോ നമുക്ക് ആ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് ഈ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സൂപ്പർ ഹീറ്റർ വെച്ച്, ഇവിടെ ഒരു സൂപ്പർ ഹീറ്റർ ബ്ലോക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർ ഹീറ്റ് ചെയ്യും. ഒന്നും കൂടി നമ്മൾ കുറച്ചുകൂടി ഹയർ ടെമ്പറേച്ചറിലേക്ക് ചൂടാക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ ആ ചെറുതായിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് എന്താ പറയുക, അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയാവും. എന്നിട്ട് നമുക്ക് എന്താ ഡ്രൈ ആയിട്ടുള്ള എയർ കിട്ടും. ഡ്രൈ ആയിട്ടുള്ള ഹൈ പ്രഷറിലുള്ള ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു എന്താ പറയുക ഒരു എയർ നമുക്ക് കിട്ടും ഇങ്ങനെ ഇത് ചെയ്യുന്നത് വഴി, സൂപ്പർ ഹീറ്റർ ഉപയോഗിച്ച് സൂപ്പർ ഹീറ്റ് ചെയ്യുന്നത് വഴി. ഓക്കെ, എന്നിട്ട് ആ സൂപ്പർ ഹീറ്റ് ചെയ്ത സൂപ്പർ ഹീറ്റ് സ്റ്റീമാണ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നത്, ടർബൈനിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ബോയിലർ നമുക്ക് സ്റ്റീം ഉണ്ടാവും, പക്ഷേ ആ സ്റ്റീമിനകത്ത് പിന്നെയും കുറച്ചും കൂടി വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. ആ വാട്ടർ കണ്ടൻറ്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സൂപ്പർ ഹീറ്റർ ഉപയോഗിച്ച് ഒന്നും കൂടി ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതൊരു ഡ്രൈ എയർ ആയിട്ട് മാറുന്നു, ഡ്രൈ ഹൈ പ്രഷർ സ്റ്റീമായിട്ട് മാറുന്നു. അത് നമ്മൾ നേരിട്ട് ടർബൈനിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ അതായി. പിന്നെ എന്താണ്, പിന്നെ ഒരു എക്കണോമൈസർ ഉണ്ട്. An economizer is essentially a feed water heater and derives heat from the flue gases for this purpose. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ എക്കണോമൈസർ കാണാൻ നിൽക്കുന്നത്, ബോയിലർ ആൻഡ് എക്കണോമൈസർ. ഈ എക്കണോമൈസറിലേക്കാണ് നമുക്ക് വെള്ളം തിളപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ, വെള്ളമാണ് നമ്മൾ കോൾഡ് ബേൺ ഉപയോഗിച്ച് സ്റ്റീമാക്കി മാറ്റുന്നത്. സോ ഈ വെള്ളം നമ്മൾ ഡയറക്റ്റായിട്ട് ബോയിലറിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എക്കണോമൈസർ ഉപയോഗിക്കും. എക്കണോമൈസർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ആദ്യം തന്നെ നമ്മൾ നേരിട്ട് തണുത്ത വെള്ളം ബോയിലർ കൊടുക്കുന്നതിന് പകരം നമ്മൾ എക്കണോമൈസർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യും അതിനെ. അതവിടെ പറഞ്ഞു എക്കണോമൈസർ എ ഫീഡ് വാട്ടർ ഹീറ്റർ ആൻഡ് ഡിറൈവ്സ് ഹീറ്റ് ഫ്രം ദി ഫ്ലൂ ഗ്യാസസ്. ഫ്ലൂ ഗ്യാസ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇവിടെയുള്ള എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റീം അല്ലെങ്കിൽ ഗ്യാസിനെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവിടാൻ പറ്റില്ല. എക്സ്ട്രാ കുറച്ച് ഗ്യാസ് അവിടെയൊക്കെ തങ്ങിയിട്ടുണ്ട്. ആ ഗ്യാസാണ് നമ്മൾ ഫ്ലൂ ഗ്യാസസ് എന്ന് പറയുന്നത്. അത് വേസ്റ്റ് ആയിട്ടുള്ള ഗ്യാസാണ്. സോ ആ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യും, ഈ വെള്ളത്തിലൂടെ കടത്തിവിടും. എക്കണോമൈസർ ലൂടെ കടത്തി വിട്ടുമ്പോൾ ഈ വെള്ളത്തിന് ചെറിയൊരു ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ബോയിലിംഗ് ചെയ്ത് സ്റ്റീം ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു തണുത്ത വെള്ളം ചൂടാക്കി ആവിയാക്കാനേക്കാളും സ്പീഡിൽ ചെറിയതായിട്ടുള്ളൊരു ചൂടുവെള്ളം എന്താ പറയുക പെട്ടെന്ന് ആവിയായി മാറും. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്കണോമൈസർ ഉപയോഗിച്ച് വാട്ടർ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. സോ ഇതിനൊക്കെ ഈ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഓരോ ചോദ്യം വെച്ചിട്ട് ഇതിന് മുമ്പുള്ള SSG എക്സാമിൽ ചോദിച്ചിട്ട് എന്താണ് ബോയിലർ, എന്താണ് സൂപ്പർ ഹീറ്റർ, എന്താണ് സൂപ്പർ ഹീറ്ററിൻ്റെ ഫംഗ്ഷൻ, എന്താണ് എക്കണോമൈസറിൻ്റെ ഫംഗ്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ എയർ പ്രീ ഹീറ്റ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബബ്ലി ഒരു 99% ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഉണ്ടാകും. ഈ ഒരു എന്താ പറയുക, 3 പവർ സ്റ്റേഷൻ നിന്നായിട്ട് ഉറപ്പായിട്ടൊരു 3-4 ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാ പ്രാവശ്യവും. ഓക്കെ, അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ഈ ടോപ്പിക്കൊന്നും. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഇതിൻ്റെ വർക്കിംഗ് പഠിച്ചു. ഇനി നമുക്കിവിടെ ഉള്ളത് വെച്ചാൽ സപ്പോസ് ഞാൻ ഈ സ്റ്റീം ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ഞാൻ ടർബൈനിലേക്ക് പാസ് ചെയ്തു. ഓക്കെ, ടർബൈനിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റീം അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ആ പ്രഷർ കുറയുന്നതല്ലാണ്ട് സ്റ്റീം പിന്നെ ഒന്നും സംഭവിക്കില്ല. സോ ആ സ്റ്റീം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരെ ഒരു കണ്ടൻസറിലേക്ക് കൊണ്ടുവരും. കണ്ടൻസർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ,
ചൂടായ സാധനത്തിനെ തണുപ്പിക്കുന്നതാണ് കണ്ടൻസർ. എന്നുവെച്ചാൽ നീരാവിയെ നമ്മൾ തിരിച്ച് കണ്ടൻസ് ചെയ്തിട്ട് തണുപ്പിച്ച് കണ്ടൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് വാട്ടറാക്കി മാറ്റുന്നു. ഇതെന്തിനാണ് ചെയ്യുക വെച്ചാൽ നമ്മൾ വെറുതെ ഈ സ്റ്റീം പുറത്തേക്ക് കളഞ്ഞാൽ ഓരോ തവണയും നമുക്ക് പുതിയ വാട്ടർ, ഈ ഫീഡ് വാട്ടർ ഓരോ തവണയും നമുക്ക് ഇൻടേക്ക് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. സോ അത് വെച്ചാൽ നമുക്ക് തീരെ എക്കണോമിക്കലല്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മളെ ഈ തെർമൽ പവർ സ്റ്റേഷൻ്റെ എഫിഷ്യൻസി പറഞ്ഞത് 30% ആണ്. സോ നമ്മൾ പിന്നെയും വെളിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്ന അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് പിന്നെയും വളരെ കുറയും. സോ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഈ ഓൾറെഡി യൂസ് ചെയ്ത് സ്റ്റീമാക്കിയ വാട്ടർ, ഈ സ്റ്റീം വീണ്ടും തിരിച്ച് വാട്ടർ ആക്കിയാണ് എന്താണ് കുറച്ചുകൂടി നമുക്കൊരു എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിനോട് നമ്മൾ ഈ സ്റ്റീം ഇവിടെ എത്തുമ്പോഴേക്കും ഇതിൻ്റെ പ്രഷറൊക്കെ നഷ്ടപ്പെട്ടുണ്ടാവും. കാരണം ഇവിടെ നമ്മൾ ടർബൈനിൽ ഇടിച്ച് അതിൻ്റെ പ്രഷർ വളരെ ലോ ആവും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റീം നമ്മൾ കണ്ടൻസറിലേക്ക് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തണുത്ത് തിരിച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറും. സോ ഈ കണ്ടൻസറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂളിംഗ് ടവേഴ്സിലേക്ക് കൊടുത്ത് അതിൻ്റെ ഹീറ്റ് കംപ്ലീറ്റ്ലി കളഞ്ഞ് തിരിച്ച് നമ്മൾ പമ്പ് ചെയ്ത് ഇതിലേക്ക് കൊടുക്കുകയാണ്. എങ്ങോട്ട്? ഈ ഫീഡ് വാട്ടറായിട്ട് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം. സോ ഈ ഫീഡ് വാട്ടർ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഒന്നിക്കൽ ഡയറക്റ്റ് ബോയിലർ പമ്പ് ഉപയോഗിച്ച് നമ്മൾ വെളിയിൽ നിന്ന്, മേ ബി ഇതൊരു റിവർ സൈഡായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. സോ ഈ റിവറിൽ നിന്ന് നേരിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ട് ഫീഡ് ചെയ്ത് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കും. അതല്ല ഉണ്ടെങ്കിൽ ഈ സ്റ്റീം കണ്ടൻസ് ചെയ്ത സാധനം നമ്മൾ നല്ലോണം തണുപ്പിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു പമ്പ് ഉപയോഗിച്ച്, ഇവിടെ കണ്ടൻസേറ്റ് എക്സ്ട്രാക്ഷൻ പമ്പ് കാണാൻ പറ്റും, ഈ പമ്പ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഫീഡ് വാട്ടർ ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, സോ രണ്ട് രീതിയിൽ ഫീഡ് വാട്ടർ സപ്ലൈ ചെയ്യും. ഒന്ന് പുതിയൊരു സപ്പോസ് റിവർ വാട്ടർ ആണെങ്കിൽ ആ റിവർ വാട്ടർ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് ഫീഡ് വാട്ടർ പമ്പിൽ അടിച്ച് കയറ്റും, എന്നിട്ട് ചെറുതായിട്ട് ചൂടാക്കും, എക്കണോമൈസറിനകത്തും വീണ്ടും ഒന്നുകൂടി ഹീറ്റ് ചെയ്യും. അതുകൂടാതെ നമ്മൾ ഈ സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ട് ആ കണ്ടൻസ് ചെയ്ത തണുപ്പിച്ച വെള്ളം ഒന്നും കൂടി നമ്മൾ വീണ്ടും ഫീഡ് വാട്ടറായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായി മനസ്സിലാവും. ഓക്കെ, അതുപോലെ നമ്മൾ എന്താ പറയുക, ഇവിടെ നമുക്കൊരു എക്സോസ്റ്റ് ചിമ്മിണി ഉണ്ട് കേട്ടോ, എക്സോസ്റ്റ് ഫാൻ ESP. അതായത് ESP എന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്നാണ് പറയുക. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ അതായത് നമുക്കറിയാം നമ്മൾ ഈ എക്സോസ്റ്റ് ഫാൻ നമുക്ക് ഫ്ലൂ ഗ്യാസസ് ഇവിടെ വരുന്നുണ്ട്. അതായത് ഫ്ലൂ ഗ്യാസ് നമുക്ക് ആവശ്യമില്ലാത്ത ഗ്യാസാണ്, നമുക്ക് ഉപയോഗശൂന്യമായ ഗ്യാസ്. ഈ ഗ്യാസ് നമ്മൾ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ഉപയോഗിക്കുന്നത്, ചിമ്മിണി ഉപയോഗിക്കുന്നത്. ചിമ്മിണി കാണാൻ പറ്റും, നമുക്ക് മുകളിലൂടെ പുക പോകുന്ന സാധനമാണ് ചിമ്മിണി. ഓക്കെ, പക്ഷേ ഈ വരുന്ന ഫ്ലൂ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊടി പടലങ്ങളുണ്ട്, അത് കംപ്ലീറ്റ്ലി ഡസ്റ്റി ആയിരിക്കും. ഇതൊരു എന്താ പറയുക, വളരെ ഡസ്റ്റി ആയിട്ടുള്ള ഒരു എയർ ആയിരിക്കും ഇതിലേക്കൂടെ വരിക, ഗ്യാസ് ആയിരിക്കും വരിക. സോ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പൊല്യൂഷൻ സംഭവിക്കും. സോ നമ്മളൊരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ഉപയോഗിച്ച് ഇതിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ള ഗ്യാസാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റ് ഓർമ്മിക്കുക. ESP എന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, ഞാൻ ഇവിടെ കൊടുക്കാൻ മറന്നതാണ്. ഓക്കെ, അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ എക്സോസ്റ്റിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് കുറച്ച് നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ESP ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഏകദേശം നിങ്ങൾക്ക് മൊത്തമായിട്ടൊരു തെർമൽ പവർ പ്ലാന്റ് വർക്കിംഗ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മൂവിങ് ഓൺ. ഇനി നമുക്ക് മെയിനായിട്ട് രണ്ട് എഫിഷ്യൻസി പറയാനുണ്ട്, തെർമൽ എഫിഷ്യൻസി. അതായത് ഒന്ന് ഈറ്റ തെർമൽ, അതായത് തെർമൽ എഫിഷ്യൻസി which is equal to heat equivalent of mechanical energy transmitted to the turbine shaft to heat of cold combustion. അതായത് നമ്മൾ ഹീറ്റ് ഈക്വലൻ്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടർബൈൻ കറങ്ങാൻ ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഹീറ്റ് ഈക്വലൻ്റ് നമ്മൾ എടുക്കും. ഹീറ്റ് ഈക്വലൻ്റ് സപ്പോസ് ഒരു ജൂൾ വാല്യൂ ആവാം. ഓക്കെ, ടു എന്താണ് റേഷ്യോ ടു ഹീറ്റ് ഓഫ് കോൾ കമ്പഷൻ. അത് നമ്മൾ എത്ര കോളാണ് നമ്മൾ കമ്പസ്റ്റൻ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഹീറ്റും, അതുകൂടാതെ നമ്മൾ നമ്മൾ ടർബൈനിലേക്ക് കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജിയുടെ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഹീറ്റ് വാല്യൂയും കൂടി റേഷ്യോ എടുത്താണ് നമ്മൾ ഈറ്റ തെർമൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 30% എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഈറ്റ ഓവറോൾ. അതായത് ഓവറോൾ വെച്ചാൽ നമ്മൾ ഹീറ്റ് ഈക്വലൻ്റ് ഓഫ് ഇലക്ട്രിക്കൽ, അത് നമുക്ക് മൊത്തം നമ്മൾ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ഈക്വലൻ്റ് വാല്യൂ എടുക്കുന്നു. അത് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് കോൾ. നേരത്തെ അതേ ഡിനോമിനേറ്റർ ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് കോൾ ചെയ്യുന്നതാണ് നമ്മൾ ഈറ്റ ഓവറോൾ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഈറ്റ ഓവറോൾ ഈസ് ഈക്വൽ ടു ഓവറോൾ എഫിഷ്യൻസി ഈക്വൽ ടു തെർമൽ എഫിഷ്യൻസി ഇൻറ്റു ഇലക്ട്രിക്കൽ എഫിഷ്യൻസി കാണാൻ പറ്റും. അതായത് തെർമൽ എഫിഷ്യൻസി പറയുന്നത് ഈറ്റ തെർമലാണ്, ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈറ്റ ഇലക്ട്രിക്കലാണ്. പക്ഷേ ഈറ്റ ഇലക്ട്രിക്കൽ നമുക്കറിയാം നമ്മളൊരു ആൾട്ടർനേറ്ററാണ് ഉപയോഗിക്കുന്നത്. ആ ആൾട്ടർനേറ്ററിൻ്റെ എഫിഷ്യൻസിയാണ് ഈറ്റ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്.
അത് ഇൻറ്റു നമ്മുടെ ഈ പറഞ്ഞ തെർമൽ എഫിഷ്യൻസി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഓവറോൾ എഫിഷ്യൻസി കിട്ടുന്നത്. സപ്പോസ് ഇതൊരു 30% ആണെന്ന് വിചാരിക്കുക. ഈ തെർമൽ എഫിഷ്യൻസി 30% ആണ്. ഇനി ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ഒരു 90% ആണെന്ന് വിചാരിക്കാം. നമുക്കൊരു ആൾട്ടർനേറ്ററിൻ്റെ എഫിഷ്യൻസി വളരെ ഹൈ ആണ്. സോ നമുക്ക് ടോട്ടൽ ഓവറോൾ എഫിഷ്യൻസി പറയുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 27% കിട്ടും. അത് നമ്മൾ ഓവറോൾ ഈ പ്ലാന്റ് നമ്മൾ കോള് ഇൻപുട്ട് കൊടുക്കുന്നത് തൊട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടുന്നത് വരെയുള്ള നമ്മുടെ പ്ലാന്റ് എഫിഷ്യൻസിയാണ് ഈ ഓവറോൾ എഫിഷ്യൻസി. അത് എത്ര കിട്ടും? നമുക്ക് 27% കിട്ടും. ഓക്കെ, സോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ 3 ഇക്വേഷൻസും ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ വരാൻ പറ്റും. ഇതുപോലെ ചെറിയ പ്രോബ്ലം എന്തെങ്കിലും തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ തെർമൽ പവർ സ്റ്റേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് നോക്കാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് മൊത്തമായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് തീരില്ല. കൂടിപ്പോയാൽ നമുക്ക് ഈ ഒരു 20 ദിവസം കൊണ്ട് തരാൻ പറ്റുന്ന ക്ലാസ്സുകൾ ഒരു 6-8 ക്ലാസ് മാത്രമേ നമുക്ക് ഈ ഒരു പവർ സ്റ്റേഷൻ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്പീഡിൽ പോകുന്നത്. ഓക്കെ, സോ എ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് യൂട്ടിലൈസസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ അറ്റ് എ ഹൈ ലെവൽ ഫോർ ദി ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അറിയേണ്ട. അതായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡാമൊക്കെ കെട്ടി നമ്മൾ വാട്ടർ ഒരു ഹൈ പൊട്ടൻഷ്യലിൽ നമ്മൾ കീപ്പ് ചെയ്യും. പിന്നീട് അതിനെ നമ്മൾ പെൻ സ്റ്റോക്ക് വഴി ഒരു ഹൈ പ്രഷറിൽ നമ്മൾ പമ്പ് ചെയ്ത് പവർ ഹൗസിനകത്തുള്ള ടർബൈനിൽ കൊടുക്കുകയാണ് ചെയ്യുക. ആ ടർബൈൻ ജനറേറ്ററെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിക് എനർജി തരുന്നു. സോ ഇതാണ് ബേസിക് വർക്കിംഗ്. സോ നമുക്കിനി ഓരോ പാർട്സ് നോക്കാം. ഇവിടെ നമുക്ക് ഡാമുണ്ട്, പെൻ സ്റ്റോക്ക് എന്താണ്, അതുപോലെ സർജ് ടാങ്ക് എന്താണെന്നൊക്കെ നോക്കാം. സോ എ ഡാം ഈസ് എ ബാരിയർ വിച്ച് സ്റ്റോഴ്സ് വാട്ടർ ആൻഡ് ക്രിയേറ്റ്സ് വാട്ടർ ഹെഡ്. അതായത് ഡാം എന്തിനാണ് നമ്മൾ കിട്ടുന്നത്? ഡാം പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ വാട്ടറാണ്. ആൻഡ് ക്രിയേറ്റ്സ് വാട്ടർ ഹെഡ്, അതായത് നമ്മൾ വെള്ളം കെട്ടി നിർത്തി മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡാം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഡാംസ് ആർ ബിൽഡ് ഓഫ് കോൺക്രീറ്റ് ഓർ സ്റ്റോൺ മേസൺറി, എർത്ത് ഓർ റോക്ക് ഫിൽ. അത് ഡാമുകൾ നമുക്ക് കോൺക്രീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറി കല്ല് വെച്ച് കെട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ള ഡാമുണ്ട്. സോ ഡാമുകൾ നമുക്ക് എങ്ങനെ വേണം ബിൽഡ് ചെയ്യാം. സോ ഡാമിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതാണ്, വാട്ടർ നമുക്ക് പിടിച്ചു നിർത്തുക, എന്നിട്ട് അതിൻ്റെ മാക്സിമം ഹെഡ് കൂട്ടുക, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത പാർട്ടാണ് സ്പിൽ വേസ്. സ്പിൽ വേസ് ഒക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് നമ്മൾ വാർത്ത കേട്ടാണ്. എന്താണ് സ്പിൽ വേ? There are times when the river flow exceeds the storage capacity of the reservoir. അതായത് നമുക്കറിയാം, ഇതുപോലെ ഓവർ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഡാമിനകത്തുള്ള വെള്ളം ഇതിൻ്റെ കപ്പാസിറ്റിനേക്കാളും കൂടുതലാവും. സോ അപ്പോൾ ഓട്ടോമാറ്റിക് എന്താവും? ഈ ഡാമിലെ വെള്ളം, ഈ ഡാമിൻ്റെ നമ്മുടെ റിസർവോയറിനകത്തുള്ള വെള്ളം ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും. In order to discharge the surplus water from the storage reservoir into the river on the downstream side of the dam, spillways are used. സോ ആ ഒരു കേസ് വന്നാൽ, അതായത് എപ്പോഴാണോ നമ്മുടെ ഈ റിസർവോയറിനകത്തുള്ള വെള്ളം ഡാമിൻ്റെ കപ്പാസിറ്റി ഓവർകം ചെയ്ത് സ്പില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മൾ എന്ത് വെച്ചാൽ സ്പിൽവേസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈപ്പ്സ് ഉണ്ടാകും. അത് ഉപയോഗിച്ച് നമ്മൾ നേരിട്ട് വെള്ളം ഈ റിവറിൻ്റെ ബേസിനിലേക്ക് നമ്മൾ പമ്പ് ചെയ്യും. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? റിസർവോയറിലെ വെള്ളത്തിൻ്റെ ലെവൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് വെള്ളം റിസർവോയറിനകത്തുള്ള വെള്ളം ഡാമിൻ്റെ കപ്പാസിറ്റിനേക്കാളും കൂടുതലായിട്ട് വെള്ളം സ്പില്ല് ചെയ്ത് പോകുന്ന കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ സ്പിൽവേസ് പൈപ്പായിരിക്കും. ആ പൈപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ നേരെ പമ്പ് ചെയ്ത് നമ്മൾ എങ്ങോട്ടേക്ക് ഒഴുക്കിവിടും? നമ്മൾ റിവർ ബേസിനിലേക്ക് ഒഴുക്കിവിടും. അതുവഴി നമുക്ക് റിസർവോയറിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കുറക്കാൻ പറ്റും. അതാണ് സ്പിൽവേസ് എന്ന് പറയാം. ഇനി എന്താണ്? ഇനി സർജ് ടാങ്ക്. എ സർജ് ടാങ്ക് ഈസ് എ സ്മോൾ റിസർവോയർ ഓർ ടാങ്ക് open at the top in which water level rises or falls due to pressure swings due to the pressure swings in conduit. അത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നത് പോലത്തെ പ്രഷർ ചാനൽ വഴിയാണ് വെള്ളം കൊണ്ടുപോകുക. സോ ഈ വെള്ളം കൊണ്ടുപോയിട്ട് നമ്മളിവിടെ പെൻ സ്റ്റോക്കിലേക്ക് കൊടുക്കും. സോ ഈ പെൻ സ്റ്റോക്കിൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഒരുപാട് വാൾവുകളൊക്കെ ഉണ്ട്. സോ അതിനുമ്പോൾ നമ്മളൊരു സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യും. ഈ സർജ് ടാങ്കിൻ്റെ ടോപ്പ് പാർട്ട് ഓപ്പൺ ആയിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ, സപ്പോസ് ഇവിടെ എവിടെയെങ്കിലും ഒരു പ്രഷർ വേരിയേഷൻ വന്ന്, സപ്പോസ് ഒരു ഹൈ പ്രഷർ കണ്ടീഷൻ വന്നാൽ നമ്മളൊരു സർജ് ടാങ്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ, ഇവിടുത്തെ പൈപ്പ് പെൻ സ്റ്റോക്ക് പൊട്ടും, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രഷർ ചാനലൊക്കെ ബ്രേക്കായി വെള്ളം ലീക്കാവാൻ തുടങ്ങും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കേസിൽ ഒരു സർജ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഹൈ പ്രഷർ കണ്ടീഷൻ വരികയാണെങ്കിൽ, എന്തോ ഒരു ഫോൾട്ട് കാരണം വരികയാണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും? ഈ വെള്ളം ഈ സർജ് ടാങ്കിൽ കൂടെ അങ്ങോട്ട് പമ്പ് ചെയ്ത് പുറത്തേക്ക് പോയിക്കോളും. സോ അതിനകത്ത് പ്രഷർ ഹൈ പ്രഷർ കണ്ടീഷൻ വരുമ്പോൾ പെട്ടെന്ന് ഈ
പെൻ സ്റ്റോക്കിനോ അല്ലെങ്കിൽ ഈ പ്രഷർ ചാനലിനോ ഒന്നും ബ്രേക്കേജ് ഉണ്ടാവാതെ വെള്ളം എന്ത് ചെയ്യും, നേരെ സർജ് ടാങ്ക് വഴി പുറത്തേക്ക് പോയിക്കോളും വിത്തൗട്ട് ബ്രേക്കിംഗ് ഓഫ് എനി കോണ്ടിയൂട്ട്സ്. കോണ്ടിയൂട്ട് എന്ന് വെച്ചാൽ ഈ പൈപ്പുകളാണ് നമ്മൾ ജനറലായിട്ട് കോണ്ടിയൂട്ട് എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഈസ് കെപ്റ്റ് അറ്റ് ബിഗിനിങ് ഓഫ് ദ പെൻ സ്റ്റോക്ക് ആണ്. ഇവിടെ നമുക്ക് വാൾവുകൾ വരുന്നതിന് മുമ്പാണ്, ഒരു പെൻ സ്റ്റോക്കിൻ്റെ കണക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പാണ്, അറ്റ് ബിഗിനിങ് ഓഫ് പെൻ സ്റ്റോക്കാണ് നമ്മൾ ഈ സർജ് ടാങ്കുകൾ കണക്ട് ചെയ്യാറ് സാധാരണയായിട്ട്. ഓക്കെ, സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളതാണ് പെൻ സ്റ്റോക്ക്. പെൻ സ്റ്റോക്സ് ആർ ഓപ്പൺ ഓർ ക്ലോസ്ഡ് കോണ്ടിയൂട്ട്സ് വിച്ച് ക്യാരി വാട്ടർ ടു ദ ടർബൈൻസ്. ദേ ആർ ജനറലി മെയ്ഡ് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഓർ സ്റ്റീൽ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ പെൻ സ്റ്റോക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പെൻ സ്റ്റോക്ക് നമ്മളെന്താണ്, ഇതിന്ന് ടർബൈനിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പുകളെയാണ് നമ്മൾ പെൻ സ്റ്റോക്ക് എന്ന് പറയുക, കോണ്ടിയൂട്ടുകളാണ്. അത് ഓപ്പൺ ആവാം, ക്ലോസ്ഡ് ആവാം. സോ നമ്മളെന്താ, ഹൈ പ്രഷറിലുള്ള വെള്ളം ഇതിലൂടെ വന്ന് ഇവിടെ പവർ ഹൗസ് ഉണ്ട്. ഈ പവർ ഹൗസിനകത്താണ് ടർബൈനും നമ്മളെ ജനറേറ്റേഴ്സൊക്കെ ഇരിക്കുന്നത്. സോ അതിലേക്ക് പമ്പ് ചെയ്യുന്നു, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു, ആൾട്ടർനേറ്ററിന് നമുക്ക് എന്താ പവർ ജനറേറ്റ് ചെയ്യുന്നത് വഴി. സോ അതാണ് ബേസിക് വർക്കിംഗ്. ഓക്കെ, സോ പെൻ സ്റ്റോക്ക് എന്തിനാണ്, പെൻ സ്റ്റോക്സ് ആർ ഓപ്പൺ ഓർ ക്ലോസ്ഡ് കോണ്ടിയൂട്ട്സ് വിച്ച് ക്യാരി വാട്ടർ ടു ദ ടർബൈൻസ്. ടർബൈനിലേക്ക് വെള്ളം എത്തിക്കുന്ന ആളാണ് പെൻ സ്റ്റോക്കാണ്. ദേ ആർ ജനറലി മെയ്ഡ് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഓർ സ്റ്റീൽ. കാരണം വെച്ചാൽ ഇവിടെ എന്താ പറയുക, ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിൻ്റെ പ്രഷറൊക്കെ വളരെ കൂടുതലാണ്. സോ നോർമൽ നമ്മളൊരു PVC പൈപ്പൊക്കെ ഉപയോഗിച്ചാൽ അതൊക്കെ പൊട്ടി തകരും. സോ അതുകൊണ്ട് നമ്മളത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പൈപ്പുകളായിട്ട് ഉപയോഗിക്കുന്നത് പെൻ സ്റ്റോക്കായിട്ട്. ഓക്കെ, ഇനി നമ്മൾ പവർ ഹൗസിനകത്ത് നമ്മൾ പറഞ്ഞ എന്തൊക്കെ ഉണ്ടാവും, ടർബൈൻസ് ഉണ്ടാവും, അതുപോലെ നമ്മുടെ ആൾട്ടർനേറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ ടർബൈൻസ് ഉണ്ടാവും. So water turbines are used to convert the energy of falling water into mechanical energy. അത് ടർബൈനിലേക്ക് നമ്മൾ പറഞ്ഞു എന്താ, വെള്ളം നമ്മൾ ഒരു ഹൈ പ്രഷറിൽ, അത് വളരെ ഹൈ കൈനറ്റിക് എനർജിയിൽ വെള്ളം പമ്പ് ചെയ്ത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ആ ടർബൈൻ ഈ പറഞ്ഞ കൈനറ്റിക് എനർജിനെ എന്താക്കി മാറ്റുന്നു, മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. സോ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമൊന്നും ചോദിക്കാറില്ല, പക്ഷേ ചോദിക്കുന്ന ചോദ്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടർബൈൻസ്. നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ടർബൈൻസ് ഉണ്ട്. ഒന്ന് ഇമ്പൾസ് ടർബൈനും മറ്റൊന്ന് റിയാക്ഷൻ ടർബൈനും. സോ ഇമ്പൾസ് ടർബൈൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുക വെച്ചാൽ, യൂസ്ഡ് ഫോർ ഹൈ ഹെഡ് വെച്ചാൽ ഇവിടുത്തെ വാട്ടറിൻ്റെ ഹെഡിനനുസരിച്ചാണ് നമ്മൾ ടർബൈൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹൈ ഹെഡുള്ള ഡാമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പൾസ് ടർബൈൻ യൂസ് ചെയ്യുന്നു. സോ ആ ഇമ്പൾസ് ടർബൈനൊരു എക്സാമ്പിളാണ് പെൽട്ടൺ വീൽ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ എന്താണ്, പെൽട്ടൺ വീൽ. അതുപോലെ ഹൈ ഹെഡ് ആണെങ്കിൽ ഏത് ടർബൈൻ ഉപയോഗിക്കുന്നു വെച്ചാൽ ഇമ്പൾസ് ടർബൈൻ ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും മാത്രമേ ഈ ടോപ്പിക്കും ചോദിക്കാറുള്ളൂ ഒരു ഭാഗത്ത്. അതുപോലെ റിയാക്ഷൻ ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ ലോ ആൻഡ് മീഡിയം ഹെഡ്സ്. സോ ഹൈ ഹെഡ് ആണെങ്കിൽ നമ്മൾ ഇമ്പൾസ് ടർബൈൻ ഉപയോഗിക്കും, ലോ ആൻഡ് മീഡിയം ഹെഡ് ആണെങ്കിൽ നമ്മൾ റിയാക്ഷൻ ടർബൈൻ ഉപയോഗിക്കും. റിയാക്ഷൻ ടർബൈൻ 2 ടൈപ്പ് ഉണ്ട്, ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് കപ്ലാൻ ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ മീഡിയം ഹെഡ്സ്, കപ്ലാൻ ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ ലോ ഹെഡ്സ്. ഓക്കെ, ഫ്രാൻസിസ് ടർബൈൻ ആണെങ്കിൽ മീഡിയം ഹെഡ് കേസിലും കപ്ലാൻ ടർബൈൻ ആണെങ്കിൽ ലോ ഹെഡ് കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇത് പഠിച്ചു വെക്കുക. ഇത് ഇഷ്ടംപോലെ തവണ ഒരുപാട് എക്സാമ്പിൾ PSC ആണെങ്കിലും SSC ആണെങ്കിലും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ഭാഗത്തിന് ഏത് ടർബൈൻ ഏത് ഹെഡിനാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുക, പഠിക്കുക. അതുപോലെ എക്സാമ്പിൾ പെൽട്ടൺ വീൽ ഏതിന് എക്സാമ്പിളാണെന്ന് ചോദിച്ചാൽ ഇമ്പൾസ് ടർബൈൻ എക്സാമ്പിളാണെന്ന് ഓർത്തിരിക്കുക. പിന്നീട് നമുക്ക് ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡിൻ്റെ ഒരു ഇക്വേഷൻ ചോദിക്കാനുണ്ട്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എത്ര എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് WQH ഈറ്റ ഇൻറ്റു 9.81 വാട്ട്സ് അല്ലെങ്കിൽ ഇൻറ്റു 10⁻³ കിലോ വാട്ട്സ് ആണ് ഇതിൻ്റെ ഉത്തരം. വേർ W ഈസ് ദ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, Q ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, H ഈസ് ദ ഹൈറ്റ് ഓഫ് ഹെഡിൻ്റെ ഹൈറ്റ്, അതുപോലെ ഇത് H അല്ല ഈറ്റയാണ്, ഈറ്റ ഈസ് ജനറേഷൻ എഫിഷ്യൻസി. സോ ഇത് വെച്ച് ഈ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് വേണമെങ്കിൽ ചോദിക്കാം. സോ ഇത്ര കിലോ വാട്ടാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം, ഇതാണ് ഇക്വേഷൻ. ചിലപ്പോൾ ഈ ഇക്വേഷന് പകരം ഈ 9.81 വാല്യൂവിന് പകരം ചില സമയത്ത് എന്താ പറയുക 0.736/75 എന്ന ഈ ഇക്വേഷൻ കാണാറുണ്ട്. ചില സ്റ്റാൻഡേർഡ് ഇക്വേഷനാണിത്. അത് 0.735 ഡിവൈഡഡ് ബൈ 75, 0.736/75. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 9.81 കിട്ടും. പക്ഷേ ചില ഓപ്ഷൻസിൽ ചില സമയങ്ങളിൽ ഈ ഒരു ഇക്വേഷനാണ് ഡയറക്റ്റ് കാണാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് പറയരുത്, ഇതും സെയിം ആണ്. 0.81 = 0.736/75. ഓക്കെ,
സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട്, പിന്നെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, മാക്സിമം ഡിമാൻഡൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതും നോക്കാം. സോ ഇത്രയും പഠിച്ചാൽ തന്നെ ഏകദേശം ഒരു 4-5 മാർക്ക് നമുക്ക് ഈ ഒരു പവർ സിസ്റ്റത്തിന് എടുക്കാൻ പറ്റും. ഇത് എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും. വേറെ ഇവർക്ക് പുതിയതായി ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നുമില്ല. മിക്കവാറും ഒരു 90% ചോദ്യങ്ങളും പ്രീവിയസ് ഇയറിൽ ചോദിച്ചതായിരിക്കും ചോദിക്കാറ് മിക്കവാറും. ഓക്കെ, സോ ഇതന്നെ പഠിച്ചു പോയാൽ തന്നെ മേ ബി നമുക്കൊരു 2-3 ക്ലാസ് പഠിച്ചാൽ തന്നെ ഒരു 5-6 മാർക്കിനുള്ളത് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ് കാണാം. ബൈ.